ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി മരണത്തിനു മുമ്പ് 3 ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഒന്ന്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ ശവമഞ്ചം വഹിക്കേണ്ടത് എൻ്റെ കൊട്ടാരത്തിലെ വൈദ്യന്മാരായിരിക്കണം. രണ്ടാമതായി, എൻ്റെ കുഴിമാടം പവിഴമുത്തുകളും സ്വർണങ്ങളും കൊണ്ട് അലങ്കരിക്കണം. വിലയേറിയ രത്നങ്ങൾ എൻ്റെ കുഴിമാടത്തിൽ വിതരണം. എൻ്റെ 2 കൈകളും ശവമഞ്ചത്തിന് പുറത്ത് തുറന്നിടുക. കൊട്ടാരത്തിലെ ജ്ഞാനികൾ അലക്സാണ്ടറിനോട് ചോദിച്ചു, ഇത്രയും വിചിത്രമായ ആഗ്രഹം എന്തുകൊണ്ടാണ് അങ്ങ് പ്രകടിപ്പിക്കുന്നത്? അലക്സാണ്ടർ പറഞ്ഞു, വൈദ്യന്മാർ എൻ്റെ ശവമഞ്ചം വഹിക്കുമ്പോൾ ലോകം മനസ്സിലാക്കണം, ഈ വൈദ്യന്മാർക്ക് എൻ്റെ ജീവിതം രക്ഷിക്കാനായില്ല എന്ന്. സ്വർണവും രത്നവും കുഴിമാടത്തിൽ വിതറുമ്പോൾ ലോകമറിയണം, സ്വർണത്തിനോ വെള്ളിക്കോ ഒരു മനുഷ്യജീവനെ രക്ഷിക്കാനാവില്ല എന്ന്. കൈകൾ ശവമഞ്ചത്തിന് പുറത്തിടുമ്പോൾ ലോകമറിയണം, അലക്സാണ്ടർ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഈ ലോകത്തിൽ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന്. സ്നേഹം നിറഞ്ഞവരെ, ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ജീവിച്ചു തീർക്കേണ്ടത് ദൈവപദ്ധതി പ്രകാരമാണ്. ശരീരം മണ്ണടിയുമ്പോഴും ആത്മാവ് തിരിച്ചു ചെല്ലേണ്ടത് ജീവൻ തന്നവനിലേക്കാണ്. തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യനെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ. അത് സംഭവിക്കണമെങ്കിൽ ജീവിതം പുണ്യങ്ങളുടെയും സുഹൃതങ്ങളുടെയും ആത്മീയ ദിശയിലേക്ക് വഴിമാറേണ്ടതുണ്ട്. കുഴിമാടത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഇവിടെയുള്ള നിക്ഷേപം അവരുടെ കണ്ണുനീർ തുടച്ച നിമിഷങ്ങളും വചന ശുശ്രൂഷകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ദിവസങ്ങളുമായിരിക്കും. മരണക്കിടക്കയിൽ കിടന്ന ഹെസക്കിയ രാജാവിൻ്റെ ആയുസ് നീട്ടിക്കിട്ടിയതിനു പിന്നിൽ ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയ സുവിശേഷ വേലകളുടെയും സൽപ്രവൃത്തികളുടെയും പിൻബലമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിന് തീരെഴുതി കൊടുക്കേണ്ട ഒരു ബ്ലാങ്ക് ചെക്കാണ്. ജീവിതയാത്രയിൽ ലോകസുഖങ്ങൾക്ക് വേണ്ടി നശിപ്പിച്ചു കളയേണ്ട പാഴ്വസ്തുവല്ല, മറിച്ച് ആരോഗ്യവും സമ്പത്തും സമയവും സ്ഥാനമാനങ്ങളും അവൻ്റെ ദാനമെങ്കിൽ അവയെല്ലാം അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവനു വേണ്ടി വിനിയോഗിക്കുക. ജീവിതം മണ്ണടിയുന്നതിനു മുമ്പ് മനസ്സിലൊരു തീക്കനലായി ഈ ചോദ്യം എന്നും ഉണ്ടാകട്ടെ, ജീവിതയാത്രക്കാരാ, നീ എങ്ങോട്ട്?